ഗസയിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നു എന്ന് സൂചന. ചില വ്യവസ്ഥകൾ പാലിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. കരാറിന് അംഗീകാരം നൽകാൻ ക്യാബിനറ്റ് യോഗം ചേരില്ലെന്നും നെതന്യാഹു അറിയിച്ചു. വിവരങ്ങളുമായി എം.ജി. മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ഈ വെടിനിർത്തൽ കരാർ. ഇസ്രായേൽ പിന്മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് കാരണങ്ങളായി പറയുന്നത്? ഹമാസിന്റെ പ്രതികരണം ലഭ്യമാണോ? രേണുക, ഈ പുതിയ നീക്കങ്ങൾ വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറിയെന്നാണ് ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം വൈകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിലൂടെ ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചുവെങ്കിൽ പോലും തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പിന്മാറ്റം, അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറുന്നു, അത് കരാറിനെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൂടാതെ അതിനിടെ ഈ ഒരു 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയായതിനു ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 20ഓളം പേർ കൊല്ലപ്പെട്ടതായി ഉള്ള വിവരങ്ങൾ ഡിഫൻസ് ഏജൻസി പുറത്തുവിടുകയും ചെയ്യുന്നു. അത് സംബന്ധിച്ചും ഹമാസിന് അതൃപ്തിയുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് ഒരു നിർണായക വിവരം വരുന്നത്. ഈ 15 മാസം നീണ്ടു നിൽക്കുന്ന ആ യുദ്ധത്തിന് വിരാമമാകുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും, അതിൽ ധാരണയായെങ്കിൽ പോലും അതിലൊരു ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഈ ഒരു പുതിയ നീക്കങ്ങൾ അത് വലിയ ആശങ്കയിലേക്കാണ് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ യുഎസിന്റെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഒപ്പം തന്നെ ഈ ഒരു ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക്, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ, അതും ഘട്ടഘട്ടങ്ങളായി നടപ്പാക്കാനുള്ള ഒരു തീരുമാനം, 3 ഘട്ടങ്ങളായി നടപ്പിലാക്കാനുള്ള തീരുമാനം. അതിലാണിപ്പോൾ ഒരു ആശങ്ക ഉയർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള മന്ത്രിസഭാ യോഗം വൈകും. അത് സംബന്ധിച്ചൊരു തീരുമാനം ഇനി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നടത്താനിരുന്ന മന്ത്രിസഭാ യോഗം നടത്തില്ല എന്നുകൂടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. എന്തായാലും ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറിയതാണ്. അതാണ് ഈ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രേണുക, ശരി. എം.ജി. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.